മധുമൊഴി മലയാളം മൊഴിയും കരയിത് കേരളം മനമിതിലനുരാഗം ചൊരിയും വരമിത് മലയാളം പണ്ട് പരശുരാമ മുനി മഴുവെറിഞ്ഞു കടലുടലുണർന്ന കര കേരളം നന്ദുണികൾ മീട്ടി നാൾ പെരുമ പാടി നൽപൊലിമയേറും മമ കേരളം ഹരിത ഭംഗിയിൽ പുളകമാടിടും നിലോലമായി സലോലമായെന്നും വിടരുന്നു ഋതുമതിയായി മലനാട് അകതാരിൽ സ്മൃതിയേകാനണയുന്നു ഇടനാട് മധുമൊഴി മലയാളം മൊഴിയും കരയിത് കേരളം മനമിതിലനുരാഗം ചൊരിയും വരമിത് മലയാളം പീലിച്ചുരിക വിടർത്തും പൊന്നോള കൈവള ചാർത്തും നീളെ നിളനിടമണിയും മണൽ മാറിൽ മാമാങ്കം പാണൻ പാടിയ പാട്ടിൽ പദമേളം പടഘോഷം പാരിൽ പൂക്കുട ചൊരിയാൻ വരവായി തിരുവോണം കിളിപ്പാട്ടിൻ കളിത്തട്ടിൽ വിരൽ മീട്ടും
മുത്തമ്മേ മിഴിക്കോണിൽ മഷിത്തുമ്പാൽ യുഗം തീർക്കും കവിത്രയം പ്രണവമുരളി മരുവിലൊഴുകി ശിലയിൽ തഴുകിയുണരുമരിയ മധുര ചരിതം മണിപ്രവാളങ്ങളുതിർക്കും ആ കാവ്യ മനസ്സിലാന്തോളനം മധുമൊഴി മലയാളം മൊഴിയും കരയിത് കേരളം മനമിതിലനുരാഗം ചൊരിയും വരമിത് മലയാളം കിലുങ്ങും കൊമ്പിൽ കണി കണ്ടുണരുന്നീ നാട് കേരതലോടും കായൽ കളിയോടും തുഴയും ഭൂവ് ചുണ്ടുതലോടും ചെണ്ടിൽ നിറമാടി ബുദ്ധമയൂരി തങ്കരഥത്തിൻ പേരിൽ തലചായ്ക്കും സഹ്യനിര ഹരിതാഭഹാരം ചൂടി വിഹരിക്കും നീ മണ്ണിൽ നറുമഞ്ഞിൻ നീഹാരം പോലലിയും നീ സായുജ്യം അരുണകിരണ സരണി വരികിലരികിൽ സലിലവരണി ധ്രുവകമൊഴുകി സരയുവിൽ അനന്ത സിന്ദൂരമലിഞ്ഞൊരാഗ്നേയമണിഞ്ഞ വൃന്ദാവനം മധുമൊഴി മലയാളം മൊഴിയും കരയിത് കേരളം മനമിതിലനുരാഗം ചൊരിയും വരമിത് മലയാളം പണ്ട് പരശുരാമ മുനി മുഴുവെറിഞ്ഞു കടലുടലുണർന്ന കര കേരളം നന്തുണികൾ നീട്ടി നാൾ പെരുമ പാടി നൽപൊലിമയേറും മമ കേരളം ഹരിത ഭംഗി പുളകമാടിടും കിലോലമായി സലോലമായെന്നും ഇടരുന്നു മലനാട് അകതാരിൽ സ്മൃതിയെ കാണയുന്നു ഇടനാട് മധുമൊഴി മലയാളം മൊഴിയും കരയിത് കേരളം മനമിതിലനുരാഗം ചൊരിയും വരമിത് മലയാളം പണ്ട് പരശുരാമ മുനി മുഴുവെറിഞ്ഞു കടലുടലുണർന്ന കര കേരളം നന്തുണികൾ നീട്ടി നാൾ പെരുമ പാടി നൽപൊലിമയേറും മമ കേരളം ഹരിത ഭംഗി പുളകമാടിടും കിലോലമായി സലോലമായെന്നും ഇടരുന്നു മലനാട് അകതാരിൽ സ്മൃതിയെ കാണയുന്നു ഇടനാട് മല്ലികവാണന്റെ അമ്പുകളോ കൺമുഴി തുമ്പുകളോ അമ്പിളി പൂത്തിന നാമ്പുകളോ ചിരി കുമ്പികളോ മുല്ല മലർമണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ തെണ്ടെറിഞ്ഞെത്തുന്ന വണ്ടുകളോ കുങ്കിന കുണ്ടുകളോ നേരത്ത് എഴുത്തും നേരത്ത് പത്തിനൊരു തിരിമുന്നേ നേരത്ത് ഉറങ്ങുന്ന നേരത്ത് ഉണരുന്ന നേരത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്ത് കൈവിരൽ മുട്ടുന്ന നേരത്ത് നേരത്ത് കോലുകൾ തട്ടുന്ന നേരത്ത് നേരത്ത് ഓരോരോ നേരവും നീയുള്ള നേരത്ത് വന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ വെള്ളക്കാരൻ സായിപ്പം
വെൽ കണ്ടക്റ്റഡ്. എല്ലാം നല്ല പ്രോപ്പർ പ്ലാൻഡ് ആയിരുന്നു. നമ്മുടെ ടൈമിങ്ങും എസ്പെഷ്യലി രാവിലെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും എത്തുകയും പ്ലാൻഡ് ആയിരുന്നു. നമ്മുടെ ടൈമിങ്ങും എസ്പെഷ്യലി രാവിലെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും എത്തുകയും ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചതിൽ നേരത്തെ 6:30 എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും 7-7:30 പുറപ്പെടാൻ പറ്റാത്ത. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻഡ്. ട്രക്കിങ് സൂപ്പർബായിരുന്നു. അതിനുശേഷമുള്ള ഫുഡെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 100% സന്തോഷവാന്മാരാണ്. താങ്ക് യു ഡിവിഷൻ്റെ എല്ലാ. അങ്ങനെ നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പ് ഇവിടെ നമ്മൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ കുറച്ച് കയറി നിന്നുള്ള സംശയങ്ങളും ഗ്രേറ്റ് ലേഴ്സൺസിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പിന് വരുന്നത്. ഇവരൊക്കെ നമ്മളെ എങ്ങനെയായിരിക്കും കൊണ്ടുപോകുക ഇതിനൊക്കെ ചെറിയ സംശയത്തോടെയാണ് ഞാൻ ഇവിടെ കയറിയത്. പക്ഷേ നമ്മുടെ സംശയങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതെ എന്താ പറയാ, ട്രക്കിങ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാക്കി തീർത്തു. ഇനിയും ഇതുപോലെയുള്ള ഒരുമിച്ച് നിരവധി LICയുടെ ബിസിനസ് നന്നായിട്ട് ചെയ്തുകൊണ്ട് ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ട്രിപ്പുകൾ തീർച്ചയായിട്ടും ആർക്കും ഒരു ക്ഷീണവും ഇല്ല. നെല്ലിയാമ്പതി സൂപ്പറായിരുന്നു, സൂപ്പർ ട്രിപ്പ്. അതേപോലെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു ട്രിപ്പ്. യാത്ര നല്ല രീതിയിലായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. ഹയർ അതോറിറ്റീസ് നമ്മുടെ കൂടെ ഉള്ളവരെ അങ്ങനെ ഹയർ അതോറിറ്റീസ് വന്നുള്ള 1-2 പേര് വരും എന്നല്ലാണ്ട് നല്ല ധാരാളം പേര് വരും. അക്യുപഞ്ചറും ഫിസിയോതെറാപ്പിയും ബാക്കി ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ അവിടെ നടന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാര് ഒത്തിരി അറിവുകൾ കിട്ടി. പിന്നെ എന്നും എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാര് ബിന്ദു ചീനി അവരുടെ കൂടെയുള്ള ഒരു യാത്രയും കൂടി ആയതോടുകൂടി വളരെ സന്തോഷം. അങ്ങോട്ട് പോയപ്പോൾ സംസാരിക്കുമ്പോൾ മയക്കുണ്ടായില്ല. മയക്കുണ്ടായിട്ടില്ല. അധികം ട്രിപ്പുകളൊക്കെ പോയിട്ട് ഒരു ഡിവിഷൻ്റെ ഒന്നും ട്രിപ്പുകളിൽ പങ്കെടുക്കാറില്ല. ഉള്ള കാരണം ഞാൻ വിചാരിച്ചു, ഞാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ജോസ് എന്നെ വിളിച്ചു, നമ്മൾ രണ്ടുപേരും പോയാലോ എന്ന്. ജോസാണ് ഞാൻ പോരാൻ ജേർണിയായിട്ട് തോന്നുന്നത്. ബിക്കോസ് 5 ഒഫീഷ്യൽസ് നമ്മളെയും കൊണ്ട് ഒരു ട്രിപ്പിന് പോവുക, ഒരു എൻജോയ്മെന്റ് ട്രിപ്പിന് പോവുക, ഒരു കോമ്പറ്റീഷന്. എനിക്ക് തോന്നുന്നില്ല ഡിവിഷന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടാവുക. 1-2 പേര് വരുമായിരിക്കും. അത്രയൊക്കെ വലിയ കാര്യം തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്തിട്ട് വൈഫിനെ കൂടെ കൊണ്ടുവന്നായിരുന്നു. ഒരു വലിയ ട്രിപ്പ് ഉണ്ട് അടുത്ത മാസം, അതിന് ഞാൻ ഉണ്ടാവും. അതുകൊണ്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആലോചിച്ചത് നെല്ലിയാമ്പതിക്ക് വരണം. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ആദ്യം കണ്ടത് STM-നെ രണ്ടുപേരും വന്ന് ഞാൻ ബസ്സിൽ കയറി. പക്ഷെ പിന്നെ കൂടെ അപ്പൊ തന്നെ ഇവർ രണ്ടുപേരും ഓഫീസിലെ ഡോൺ സാറ്, കൃഷ്ണദാസ് സാറ് എല്ലാവരും കൂടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ 28 കൊണ്ടുപോയിട്ടും അങ്ങനെ എല്ലാവരും കൂടെ വന്നൊരു ട്രിപ്പ് ഉണ്ടായിട്ടില്ല. അതൊക്കെ നമുക്ക് എന്താ പറയണ, മനസ്സിന് ഭയങ്കര ഒരു എന്താണ് സന്തോഷം ആകണം. അതിനുവേണ്ടി ക്വാളിഫൈ ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ എന്തായാലും ക്വാളിഫൈ ചെയ്യും. താങ്ക് യു.